സിനിമ എന്നത് ഒരു മായാലോകമാണ്. നിരവധി പേരുടെ വളർച്ചയും തളർച്ചയും കണ്ട മായാലോകം. കഠിനാധ്വാനത്തിലൂടെയാണ് ദിലീപ് എന്ന നടൻ സിനിമയിൽ തനിക്കായ ഒരിടം കണ്ടെത്തിയത്. എന്നാൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതിനെ തുടർന്ന് ദിലീപിൻ്റെ വ്യക്തിജീവിതത്തിലും സിനിമാ ജീവിതത്തിലും എന്തു സംഭവിച്ചു ഒന്ന് പരിശോധിക്കാം. ഒക്ടോബർ 27 പത്മനാഭപിള്ളയുടെയും സരോജയുടെയും മകനായി ആലുവ ദേശത്താണ് ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിൻ്റെ ജനനം. ആലുവ വിദ്യാധിരാജ വിദ്യാഭവനിലായിരുന്നു ദിലീപിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം. പിന്നീട് ആലുവ UC കോളേജിലെത്തി പ്രീ ഡിഗ്രി പൂർത്തിയാക്കി. തുടർന്ന് 1986 എറണാകുളം മഹാരാജാസ് കോളേജിൽ ദിലീപ് BA ഇക്കണോമിക്സ് വിദ്യാർത്ഥിയായി പഠിക്കാൻ ചേർന്നു. ഇവിടെ നിന്നാണ് ദിലീപിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നിരവധി കലാകാരന്മാരെ പടുത്തുവിട്ട മഹാരാജാസ് ദിലീപിനും പ്രിയപ്പെട്ടതായി മാറി. സിനിമാ നടനായി മാറണമെന്ന മോഹം ദിലീപിന് ആരംഭിച്ചതും മഹാരാജാസിൽ നിന്ന് തന്നെ. 87 കാലഘട്ടം തുടങ്ങി ഞാനും ദിലീപുമായിട്ടുള്ള സൗഹൃദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തികച്ചും യാദൃശ്യമായിട്ട് ഞാൻ ദിലീപുമായിട്ട് പരിചയപ്പെട്ടത്. 87 കാലഘട്ടത്തിൽ ഞാനൊരു പ്രൊഫഷണൽ ട്രൂപ്പിൽ അംഗമായിരുന്നു. പ്രശസ്തരായ ഒത്തിരി കലാകാരന്മാരുള്ള ഒരു പ്രശസ്ത ട്രൂപ്പിൽ അംഗമായിരുന്നു. ദിലീപിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ ആ ട്രൂപ്പിലേക്ക് ദിലീപിനെ ഞാൻ ക്ഷണിക്കുകയും അങ്ങനെ ആ ട്രൂപ്പിൽ ദിലീപിന് വരാനുള്ളൊരു അവസരം ഞാൻ നിമിത്തം ആകുകയും ചെയ്തു. അതിനുശേഷം ദിലീപ് കൂടുതൽ ഉയരങ്ങളിലേക്ക് വന്ന് സിനിമയിൽ സൂപ്പർ സ്റ്റാർ നിലയിൽ വരെ എത്തി. പിന്നീടുള്ള കാലഘട്ടത്തിൽ ദിലീപും എന്നെയും കലാരംഗത്ത് ഒത്തിരി സഹായങ്ങൾ ദിലീപ് എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. ആ സൗഹൃദം ഞങ്ങൾ ഇന്നും തുടരുകയാണ്. എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ദിലീപിൻ്റെ ഉയർച്ച, ദിലീപ് ശരിക്കും ഒരു കഠിനാധ്വാനിയായിരുന്നു. തികച്ചും ഏതൊരു വേഷത്തിന് വേണ്ടിയിട്ടും ഒത്തിരി സഫർ ചെയ്യുകയും, അത് ദിലീപിൻ്റെ ഉയർച്ച പെട്ടെന്നുള്ളൊരു ഉയർച്ചയല്ല, അത് കാലഘട്ടങ്ങളായൂടെ ദിലീപ് ഭയങ്കര ഒരു പ്രയത്നശാലിയായിരുന്നു ദിലീപ്. ഒരിക്കലും ദിലീപ് ഉഴപ്പില്ല. ദിലീപ് കലാരംഗത്ത്, ദിലീപ് സ്റ്റേജിൽ രംഗത്തും അതെ, സിനിമാ രംഗത്തും അതെ. ദിലീപ് എന്ത് ആ ഒരു കലയോടുള്ള ആത്മാർത്ഥത അത് എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഘട്ടമായ ഉയർച്ച ശരിക്കും ഒരു കഠിനാധ്വാനി തന്നെയായിരുന്നു ദിലീപ്. ശരിക്കും ഹാർഡ് വർക്കർ തന്നെയായിരുന്നു ദിലീപ്. അതാണ് ദിലീപ് ഈ രംഗത്തേക്ക് എത്താൻ സാധിച്ചത്. ദിലീപിന് ഒരു ഈശ്വരവിശ്വാസിയുമാണ്. ദിലീപിന് ദൈവാനുഗ്രഹം ദിലീപിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ളതിൽ വിശ്വസിക്കുന്നവർ ഞങ്ങളെല്ലാവരും. ഇതിനിടയിൽ അബി, നാദിർഷാ, ദിലീപ് സംഘം പുറത്തിറക്കിയ ദേ മാവേലി കുമ്പത്തെന്ന പാരഡി ഗാന കാസറ്റുകൾ ജനങ്ങൾക്കിടയിൽ വൻ പ്രചാരം നേടി. മാവേലിക്ക് ദിലീപ് നൽകിയ ശബ്ദം ഇതോടെ കേരളക്കര ഏറ്റെടുത്തു. ഓണത്തിനിടക്ക് പൂട്ടുകച്ചവടം എന്ന പാരഡി കാസറ്റ് പുറത്തിറങ്ങുമ്പോൾ മിമിക്രി കലാകാരനിൽ നിന്നും സിനിമാ നടനിലേക്കുള്ള ദിലീപിൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. കൂടെയുള്ളവരെ ഞെട്ടിച്ചുകൊണ്ട് ദിലീപ് താരപദവിയിലേക്ക് ഉയരുകയും ചെയ്തു. തുടർന്ന് കമൽ സംവിധാനം ചെയ്ത എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് അഭിനയ രംഗത്ത് തുടക്കം കുറിച്ചു. മിന്നൽ
ദിലീപുമായിട്ടുള്ള എൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ദിലീപ് ആദ്യമായിട്ട് ഹീറോ ആയി അഭിനയിക്കുന്നത് എൻ്റെ സിനിമയിലാണ്, മാനത്തെ കൊട്ടാരത്തിലാണ്. ദിലീപും ഞങ്ങളുമൊക്കെ മിമിക്രിയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ആ കാലത്തൊക്കെ ദിലീപിൻ്റെ പെർഫോമൻസ് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മാനത്തെ കൊട്ടാരത്തിലേക്ക് ദിലീപിനെ ഞാൻ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വർഷങ്ങളായിട്ടുള്ള ബന്ധം ഇപ്പോൾ ദിലീപുമായിട്ട് എനിക്കുണ്ട്. അപ്പോൾ ദിലീപ് എങ്ങനെയുള്ള ആളാണെന്നുള്ളതും അതങ്ങനെയാണല്ലോ, ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ഒരുമിച്ചുള്ള ആളെക്കുറിച്ച് പറയാൻ കഴിയും, തീർച്ചയായിട്ടും പറയാൻ കഴിയും. ഇയാൾ അങ്ങനെയുള്ള ആളാണെന്ന് നമുക്കറിയാൻ പറ്റും. 4 പേര് വേണം, അതിലൊന്ന് ഞാൻ സജസ്റ്റ് ചെയ്താണ് ദിലീപിനെ. അത് ഞാൻ സജസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം ദിലീപ് അന്ന് ലാലു അലക്സിനെയും ഇന്നസെൻ്റെയൊക്കെ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കോമഡിയും ദിലീപിൻ്റെ അസല ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ, അന്നേ ദിലീപ് കോമഡി ചെയ്യാൻ കഴിവുള്ള ആളാണ്. ഒരു പ്രാവശ്യം ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്, വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയണം. ഒരു ദിവസം ഞാൻ ദിലീപിനോട് പോലും പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഒരു സമയം എറണാകുളത്തൂടെ കലാഭവൻ്റെ അതിൽ ഞാൻ കലാഭവനിൽ നിന്ന് വരികയാണ്. കലാഭവനിൽ നിന്ന് ഡ്രൈവ് ചെയ്തിങ്ങനെ പോകുമ്പോൾ ടൗൺ ഹാളിൻ്റെ ബസ് സ്റ്റോപ്പിൽ ദിലീപ് നിൽക്കുന്നത് കണ്ടു. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പച്ച ഷർട്ട് ഇട്ടിട്ട്. അന്ന് ദിലീപ് മറ്റൊരു ട്രൂപ്പിൽ സാഗറില മറ്റോ കളിക്കണമെന്ന് തോന്നുന്നു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. എൻ്റെ കാറിങ്ങനെ ജസ്റ്റ് പാസ് ചെയ്തും പോയി, ദിലീപിനെ കയറ്റാനും പറ്റില്ല. അപ്പോൾ എനിക്ക് വെറുതെ ദിലീപിനെ കുറിച്ചുള്ള ചിന്തകൾ വന്നു. അപ്പോൾ അന്ന് അഭിയാണ് സൂപ്പർ സ്റ്റാർ ഇവിടെ മിമിക്രി ഫീൽഡിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിക്കും പറഞ്ഞാൽ അഭിയോളം തന്നെ എത്തേണ്ട, ഒരുപക്ഷെ അഭിക്ക് മേലെ എത്തേണ്ട ആളാണ് ദിലീപ്. പിന്നീടുള്ള വർഷങ്ങളിൽ ദിലീപ് പ്രധാന വേഷത്തിലെത്തിയ ഒട്ടനവധി ചിത്രങ്ങൾ പുറത്തിറങ്ങി. സൈന്യം, മാനത്തെ കൊട്ടാരം, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്, 3 Men ആർമി, 7.5 കൂട്ടം എന്നിങ്ങനെ നീളുന്നു ചിത്രങ്ങളുടെ കണക്ക്. ഇതിനിടയിലാണ് ദിലീപ് നായകനായി എത്തിയ സല്ലാപം എന്ന ചിത്രം സൂപ്പർ ഹിറ്റായി മാറിയത്. ഇതോടെ ദിലീപ് എന്ന നടൻ ജനപ്രിയ നടനായി മാറി.